200 കോടി 200 കോടി ഒരു സിനിമയ്ക്ക് പ്രതിഫലം മേടിക്കുന്ന നമ്മുടെ വിജയ് അണ്ണൻ ആ 200 കോടി വേണ്ട എന്ന് കരുതി ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറി. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു, എന്തെല്ലാം കഷ്ടതകൾ, കിടന്ന ഉറക്കമില്ല, ടെൻഷൻ, പ്രശ്നങ്ങൾ എല്ലാം സംഭവിച്ചത് എങ്ങനെയാണ്, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? നമുക്ക് ഈ നടനെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി തന്നെ കാണണം, MGRയുടെ പിൻഗാമിയായിട്ട് തന്നെ കാണണം. ഇദ്ദേഹത്തിൻ്റെ കുടുംബം നശിപ്പിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തു. ഒരു 30 ദിവസം മാത്രം ഇലക്ഷന് ബാക്കിയുള്ളപ്പോൾ അതുകൊണ്ട് തീർന്ന ഇദ്ദേഹത്തിന് ഒരു സ്ഥലത്തും സമ്മേളനം നടത്താനുള്ള അനുവാദം കൊടുക്കാണ്ടായി. സമ്മേളനം നടത്തിയോടത്ത് 19 പേര് മരിച്ചു. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷയിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന ജനനായകൻ്റെ റിലീസിങ് തടഞ്ഞു. എന്നിട്ടും ആ പടം റിലീസ് ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും ആ പടം റിലീസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടു, നടന്നില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചു. എന്നിട്ട് ആ പെട്ടിയിൽ ഉറങ്ങുന്ന പടത്തിൻ്റെ പ്രിൻ്റ് എങ്ങനെ ഇൻ്റർനെറ്റിൽ വന്നു? ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സുലഭമായിട്ട് എല്ലാവർക്കും കാണാം ആ പടം, അതും HD ക്വാളിറ്റിയിൽ കാണാം. അപ്പോൾ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഒരു ഭയങ്കര ചതിയല്ലേ ഈ ചെയ്യുന്നതൊക്കെ? നമ്മൾ പ്രേക്ഷകർ, വിജയനെ സ്നേഹിക്കുന്നവർ ഒരു കാര്യം ഇവിടെ വെച്ച് തീരുമാനം എടുക്കണം. ഈ സിനിമ നമ്മൾ തിയേറ്ററിലേ കാണുള്ളൂ, വ്യാജ പതിപ്പിൽ നമ്മൾ കാണില്ല എന്ന് നമ്മൾ ശപഥം ചെയ്യണം. നമ്മൾ വിജയ് ആരാധകനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇൻ്റർനെറ്റിൽ കയറി ഈ സിനിമ കാണരുത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വിജയ് അണ്ണൻ്റെ, നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാവി മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം. இப்போ எலெக்ஷனுக்கு 30 நாளைக்கு முன்னாடி கரெக்டா அந்த டைம் பார்த்து ஒரு அவதூறு பரப்ப வேண்டியது, அது என்னன்னு உங்களுக்கே தெரியும். கரூர் விஷயத்தை பத்தி ஊருக்கே தெரியும். ஆனா போடு, விஜய் மேல பழிய போடு. என்னடா இவ்வளவு பெரிய ஒரு பழிய தூக்கி விஜய் மேல போட்டாலும் மக்கள் விஜய் கூடவே நிக்கிறாங்க. சரி, அடுத்து வேற என்ன பண்ணலாம்? முடக்கு, ஜனநாயகனா முடக்கு. படத்தை முடக்கினா கொஞ்சம் பையன் கொஞ்சம் டிஸ்டர்ப் ஆயிடுவான், அதனால படத்தை முடக்கி. இது யாரு முடக்கினாங்கன்றது உங்களுக்கே தெரியும், அது நான் சொல்ல வேண்டிய அவசியம் உங்களுக்கு இல்ல. இவனாடா இவன் படத்தை முடக்கினாலும் அவன் பாட்டுக்கு அதை கண்டுக்காம அவன் பாட்டுக்கு வேலையை பார்த்துட்டு போயிட்டே இருக்கான், அதுவும் எடுபடல. சரி, அடுத்து வேற என்ன பண்ணலாம்? போடு, SOPன்னு ஒண்ணு போடு. விஜய்க்கு மட்டும் தனியா ரூல்ஸ், தனியா ரெகுலேஷன்ஸ், தனியா கண்டிஷன்ஸ் அவனுக்கு மட்டும் போடு. மத்த கட்சிகள்லாம் விடு, விஜய்க்கு மட்டும் தனி கண்டிஷன்ஸ் போடு. அவன் வெளியவே வரக்கூடாது, மக்களை சந்திக்கவே கூடாது. என்னாச்சு? அதுவும் எடுபடல. எத்தனை சோதனைகள், எத்தனை வேதனைகள் நீங்க கொடுத்தாலும் இந்த திமுகனாலேயோ இல்ல இந்த பாஜகனாலேயோ இல்ல இந்த மற்ற பலர்னாலேயோ இல்ல எந்த வேற யாராலையும் என்ன மக்கள் கிட்ட இருந்து பிரிக்க முடியாது. ജനങ്ങൾ മൊത്തം വിജയിയുടെ കൂടെ നിൽക്കുക, അത് മാത്രമാണുള്ളൂ. വിജയ്ക്ക് ഇപ്പോൾ ആകെ ഉള്ളൊരു പ്രതീക്ഷയും ജനങ്ങളെ മാത്രമാണ്. ജനങ്ങൾ എന്നും കൂടെയുണ്ട്. വിജയണ്ണ സൂപ്പറായിട്ട് പൊക്കോളൂ. നിങ്ങളാണ് ഈ തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി, നിങ്ങളാണ്. നിങ്ങൾ എത്രയോ ദ്രോഹിക്കുന്നു അത്രയും നിങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇലക്ഷൻ കഴിഞ്ഞ്, തമിഴ്നാടിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് അവിടെയും 4-ാം തീയതിയുള്ള എണ്ണണത്, അപ്പം നമുക്ക് കാണാം. ഇവരെ ദ്രോഹിച്ചവരെയൊക്കെ എണ്ണി പകരം ചോദിക്കണം വിജയണ്ണ. ഓക്കെ.